ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്കാണ് പോകുന്നത്. ശബരിമല സംഘടിത കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും പ്രതികളാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും രാജീവ് ചേർന്നു. രാജീവ്, നമുക്കറിയാം, നമ്മളാണ് ഈ വാർത്ത ആദ്യം പറയുന്നത്, അതിന് പിന്നാലെയാണ് മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നതും. PS പ്രശാന്ത് ഇപ്പോൾ പ്രതിയാണെന്ന് SIT ഹൈക്കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വിശദവിവരങ്ങൾ. അവന് 2025 സ്വർണ്ണക്കവർച്ചയിലാണ് PS പ്രശാന്തിനെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്. നേരത്തെ തന്നെ PS പ്രശാന്തിനെ പ്രതി ചേർക്കും എന്ന ജനൻ TV വാർത്ത പുറത്തുവിട്ടിരുന്നു. പ്രധാനമായും 2019 ഏതൊക്കെ രീതിയിലുള്ള കൊള്ളയാണോ ശബരിമലയിൽ നടന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് 2025 നടന്നിരിക്കുന്നത്. 2023 പുതിയ ഭരണസമിതി PS പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ചുമതലയേൽക്കുന്നത്. ആ സമയം മുതൽ തന്നെ ഗൂഢാലോചന തുടങ്ങി എന്നാണ് SIT പറയുന്നത്. പ്രധാനമായും ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ നേരത്തെ തന്നെ ജീവനക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അതിനോട് അനുകൂലമായ സമീപനമായിരുന്നില്ല ഭരണസമിതി സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഈ 2019 കട്ടിളപ്പാളികളിലെയും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിലെയും സ്വർണ്ണം പൂശുന്നതിന് വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നു. 1998 വിജയമല്യ സ്വർണം പൊതിഞ്ഞ അതേ പാളികൾ തന്നെയാണ് 1998 സ്വർണ്ണം പൂശിയ ആ പാളികൾ തന്നെയാണ് പിന്നീട് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോവുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുകയും ഒക്കെ ചെയ്യുന്നത്. ഈ സമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയ ശേഷം തിരികെ പാളികൾ എത്തിക്കുന്നു. പിന്നീട് ഈ പാളികളുടെ തിളക്കം കുറയുന്നുവെന്ന് ജീവനക്കാർ ഭരണസമിതിയെ അറിയിച്ചതാണ്. 2023 ഇക്കാര്യം ഭരണസമിതിയെ അറിയിക്കുന്നത്. പക്ഷേ ആ സമയത്ത് പോലും കൃത്യമായൊരു പരിശോധന നടത്താൻ PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തയ്യാറായില്ല. ഇതിനുശേഷമാണ് 2024 സ്മാർട്ട് ക്രിയേഷൻസിന് കത്തെഴുതുന്നത്. സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ 2025 കൊടുത്തുവിടുകയാണ്. ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് SIT പറയുന്നത്. പ്രത്യേകിച്ചും തിളക്കം കുറഞ്ഞു എന്ന് കണ്ടെത്തിയിട്ട് പോലും, അല്ലെങ്കിൽ ജീവനക്കാർ മുൻകൂട്ടി അറിയിപ്പ് നൽകിയിട്ട് പോലും എന്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഭരണസമിതി സ്വീകരിച്ചില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2019 നടന്ന തട്ടിപ്പ് മറയ്ക്കാനുള്ള വളരെ വലിയ ആസൂത്രിതമായ നീക്കം തന്നെ 2025 നടന്നു. അതിൻ്റെ ഭാഗമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കുന്നു. അതും അതീവ രഹസ്യമായി തന്നെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാളികൾ എത്തിക്കുന്നു. ആ സമയത്തും ഇത് ഹൈക്കോടതിയെ അറിയിക്കുന്നില്ല. ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണർ പോലും വിവരമറിയുന്നത് ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെത്തിയതിന് ശേഷമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഹൈക്കോടതിയെ വിവരമറിയിക്കുന്നതിലും ഈ ഭരണസമിതിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന SIT റിപ്പോർട്ടിൽ പറയുന്നു. ഇത് വാർത്തയായതോടുകൂടിയാണ് പിന്നീട് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുന്നതും 2019 സ്വർണ്ണക്കൊള്ള കണ്ടെത്തുന്നതും വലിയ കവർച്ച 2019 ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു. അതിൻ്റെ തുടക്കം 2019 ഒടുക്കമെത്തി നിൽക്കുന്നത് 2025 ഈ പുതിയ ഭരണസമിതിയും 2023 മുതൽ തന്നെ ഇതിനായുള്ള ഗൂഢാലോചന തുടങ്ങുന്നു. ഏതായാലും ഇടത് സർക്കാരിൻ്റെ, കഴിഞ്ഞ പിണറായി സർക്കാരുകളുടെ കാലത്തെ 3 ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ശബരിമലയിൽ തുടർച്ചയായി തന്നെ സ്വർണ്ണക്കവർച്ച നടക്കുന്നു. ഇതിനൊപ്പം വലിയ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നു. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, ഹൈക്കോടതി ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ വീണ്ടും കട്ടിളപ്പാളികൾ കൂടി കൊണ്ടുപോകുമായിരുന്നു. മാത്രമല്ല, മറ്റ് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണക്കൊള്ളയും ഇവർ പദ്ധതിയിട്ടിരുന്നു എന്നാണ് പ്രധാനമായും SIT ആരോപിക്കുന്നത്, കണ്ടെത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും PS പ്രശാന്തിനെ പ്രതി ചേർത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ തന്നെ SIT അതിനുള്ള നീക്കം തുടങ്ങിയിരുന്നു. ഏതായാലും PS പ്രശാന്തിനെ പ്രതി ചേർത്ത കൊല്ലം വിജിലൻസ് കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിനുശേഷം PS പ്രശാന്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുള്ള നടപടികൾ ഉണ്ടാകും, അറസ്റ്റ് ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. PS പ്രശാന്ത് കൂടി അറസ്റ്റിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഏതായാലും 2025 ഈ സ്വർണ്ണക്കവർച്ച, ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതാണ് ഈ അന്വേഷണത്തിന് തന്നെ തുടക്കം കുറിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുമ്പോൾ ഇത് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരുന്നില്ല. അവിടെ നിന്നാണ് ഈ ഹൈക്കോടതിയിലേക്ക് വിഷയം എത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകുന്നതും. ആ അന്വേഷണത്തിനൊടുവിലാണ് ഏതായാലും വളരെ നിർണായകമായ കണ്ടെത്തൽ. 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, കട്ടിളപ്പാളികളിൽ നിന്ന് പോലും സ്വർണം കവർന്നു എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു സ്വർണ്ണക്കവർച്ച ശബരിമലയിൽ നടന്നു എന്ന കണ്ടെത്തലിലേക്ക് SIT എത്തിയതും അതുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ A. പത്മകുമാർ അതുപോലെ തന്നെ N. വാസു എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നതും ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അറസ്റ്റിലാകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നതും ഇതിനുശേഷമാണ് 2025 സ്വർണ്ണ കവർച്ചയിൽ കൂടി ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാകുന്നത്. പ്രശാന്തിനെ കൂടി അറസ്റ്റ് ചെയ്യുന്നതോടെ 3 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ
സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലാവുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും SIT വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. PS പ്രശാന്തിനെ കൂടി പ്രതി ചേർത്തുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. PS പ്രശാന്ത് മാത്രമല്ല, 2023 ചുമതലയേറ്റ ഭരണസമിതി കൂടി പ്രതിസ്ഥാനത്തേക്ക് എത്തുകയാണ്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നേരത്തെ ജനം TV തന്നെയാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടത്. അമൽ, അതായത് രാജീവ്, നമുക്ക് പറഞ്ഞതുപോലെ തന്നെ മുൻപ് ആദ്യം ഈ ഒരു വാർത്ത പുറത്തുവിടുന്നത് നമ്മളാണ്, PS പ്രശാന്തിനെ പ്രതി ചേർക്കുമെന്ന വാർത്ത. അതോടൊപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. PS പ്രശാന്ത് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ മറ്റുള്ള ഉന്നതർ, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരിലേക്കുമുള്ള ഈ ഒരു അന്വേഷണത്തിന്റെ ഗതി ഇനി അങ്ങനെ തന്നെ ആയിരിക്കും SITയുടെ നീക്കമല്ലേ? അമൽ, നിലവിൽ ഇപ്പോൾ ഏതായാലും കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് SIT കടന്നിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രനെ നേരിട്ട് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് SIT പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല 2019 ഈ സ്വർണ്ണക്കവർച്ച നടക്കുമ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ആ സമയത്ത് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ പലതവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ആ സമയത്ത് മാധ്യമങ്ങൾ, അതായത് ഈ ബന്ധം പുറത്തു വന്ന വാർത്തകൾ വന്നപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്ന് മാത്രമാണ്, അല്ലാതെ അടുത്ത ബന്ധമൊന്നുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അത് കടകംപള്ളി സുരേന്ദ്രൻ തമ്മിലുള്ള അടുത്ത ബന്ധത്തിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നത് അദ്ദേഹത്തെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഏതായാലും SIT നിലവിൽ ഇപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് കാര്യമായി പോകുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണമായി നിലവിൽ SIT പറയുന്നത് ഈ സ്വർണ്ണക്കവർച്ചയിൽ നേരിട്ട് കടകംപള്ളിക്ക് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ ലഭിച്ചില്ല എന്നാണ്. എന്നാൽ അതേസമയം മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷേ നിലവിലിപ്പോൾ BJP CBI അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ CBI അന്വേഷണം എന്ന ആവശ്യത്തിൽ എന്തെങ്കിലും തീരുമാനമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ CBI അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ കടകംപള്ളിക്കും കുരുക്കുമുറുകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കടകംപള്ളിയുടെ പങ്കിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട്. നിലവിലിപ്പോൾ SITയുടെ അന്വേഷണത്തിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് തെളിവ് ലഭിച്ചിട്ടില്ല എന്നാണ് SIT പറയുന്നത്. ഹൈക്കോടതിയിലും അത് സംബന്ധിച്ചാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അമൽ, യെസ് രാജീവ്, ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയനുസരിച്ച് PS പ്രശാന്തിന് 4ാം പ്രതിയാണ് ഈ ഒരു കേസിൽ, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ 4ാം പ്രതിയായിട്ടാണ് SIT സമർപ്പിച്ച ആ ഒരു ഹൈക്കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് 4ാം പ്രതി എന്ന് പറയുമ്പോൾ ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങൾ, അതിൻ്റെ വകുപ്പുകളൊക്കെ കൂടി ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയനുസരിച്ച് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതി ചേർത്തിട്ടുണ്ട് SIT. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും പ്രതികളാണ് എന്ന വാർത്തകൾ വരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനിലേക്കൊക്കെ ഇനി അന്വേഷണം പോകേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത്, നമ്മൾ തന്നെയാണ് ഈ ഒരു വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. PS പ്രശാന്ത് പ്രതിയാകും അല്ലെങ്കിൽ പ്രതി ചേർക്കും എന്ന തരത്തിൽ നമ്മൾ വാർത്ത കൊടുത്തതാണ്. അതിന് പിന്നാലെ ആഴ്ചകൾ കഴിഞ്ഞ ശേഷമാണ് മറ്റുള്ള മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത ഏറ്റുപിടിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ വാർത്ത ശരിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അമല്, തീർച്ചയായും ഈ 2019 സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് SIT അന്വേഷണം നടത്തുമ്പോൾ തന്നെ എന്തുകൊണ്ട് 2025 കവർച്ചയെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ 2025 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നില്ല എന്ന ചോദ്യം വളരെ ശക്തമായി തന്നെ ഉയർന്നിരുന്നു. മാത്രമല്ല ഹൈക്കോടതി പോലും ഈ വിഷയത്തിൽ PS പ്രശാന്തിൻ്റെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. ആ ഘട്ടത്തിൽ രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങളെ തുടർന്ന്, കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് PS പ്രശാന്തിൻ്റെ പങ്കിനെക്കുറിച്ച് കാര്യമായ അന്വേഷണം നടന്നിരുന്നില്ല. അന്നത്തെ ഭരണസമിതിയുടെ പങ്കിനെക്കുറിച്ച് കാര്യമായ അന്വേഷണം നടന്നിരുന്നില്ല. 2019 സംഭവങ്ങൾ മാത്രമായിരുന്നു അന്വേഷിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ 2019 കേസുകൾ അന്വേഷിക്കുമ്പോൾ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലാകുന്നു. ഇത് സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. CPM-ന് വലിയ തിരിച്ചടിയാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു 2025 സ്വർണ്ണക്കവർച്ചയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണ്ട എന്ന നിലപാട് സർക്കാർ എടുത്തത്. അതിനനുസരിച്ച് SIT നിലപാട് മാറ്റുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതോടെയാണ് 2025 സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടും കൂടുതൽ അന്വേഷണത്തിലേക്ക് SIT കടന്നത്. പ്രാഥമികമായ അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 2019 സ്വർണം പൂശിയ സംഭവം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന മറച്ചു വെക്കാൻ വേണ്ടി 2023 മുതൽ ശ്രമം നടത്തുന്നു. ആ ശ്രമത്തിൻ്റെ ഭാഗമായി, അതായത് പുതിയ ദേവസ്വം ഭരണസമിതി വരുമ്പോഴും 2019 വലിയ സ്വർണ്ണക്കവർച്ച നടന്നിട്ടുണ്ട്. അത് മൂടിവെക്കാനുള്ള ശ്രമം 2023 മുതൽ തുടങ്ങുന്നു. 2024 സ്മാർട്ട് ക്രിയേഷൻസ് കത്തയക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം 2025 കൊടുത്തുവിടുന്നു. ഈ സമയത്തും കാര്യമായ ഒരു പരിശോധനയും നടക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല
കൂടുതൽ സ്വർണം അപഹരിക്കാനുള്ള ശ്രമങ്ങൾ പോലും നടന്നിരുന്നു എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ആദ്യഘട്ടമെന്ന രീതിയിൽ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം വീണ്ടും കൊടുത്തുവിടുന്നത്. ഈ സമയത്താണ് ചില ദേവസ്വം ജീവനക്കാർ ദേവസ്വം ഭരണസമിതിക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. നേരത്തെ സ്വർണം പൂശിയതിൻ്റെ തിളക്കം കുറഞ്ഞിട്ടുണ്ട്. ഈ തിളക്കം കുറഞ്ഞു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് തിളക്കം കുറഞ്ഞു എന്നതിനെക്കുറിച്ച് ഒരു പരിശോധനയും ദേവസ്വം ഭരണസമിതി നടത്തുന്നില്ല. അതിൽ തന്നെ SIT ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 1998 വിജയമല്യ സ്വർണം പൊതിഞ്ഞു എന്ന കാര്യം അറിയാവുന്ന ഉന്നത ദേവസ്വം ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. ആ രീതിയിൽ സ്വർണം പൊതിഞ്ഞ സ്വർണത്തിൻ്റെ തിളക്കം ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വർണം നഷ്ടപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നേരത്തെ സ്വർണം പൂശിയത് ആരാണോ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഇത് കൊടുത്തുവിടുന്നു. ഈ സംഭവം, അതായത് ശബരിമലയിൽ എന്ത് സ്വീകരിച്ചാലും എന്ത് നടപടികൾ സ്വീകരിച്ചാലും അത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണമെന്ന ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം പാലിക്കാതെ വളരെ രഹസ്യമായി തന്നെ ഇത് ചെന്നൈയിലേക്ക് കൊടുത്തുവിടുന്നു. ആ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടതിന് ശേഷം, അത് വിവാദമായതിനു ശേഷം ജനൻ TV ആണ് ആ വാർത്തയും പുറത്തുവിടുന്നത്. ഈ വാർത്ത പുറത്തു വന്ന് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട ശേഷമാണ് മറ്റൊരു നടപടികളിലേക്ക് പോകുന്നത്. ഹൈക്കോടതി തന്നെ ഇടപെട്ട് ദേവസ്വത്തോട് വിശദീകരണം തേടുന്നു. മാത്രമല്ല ശബരിമല സ്പെഷ്യൽ കമ്മീഷണറോട് കൂടുതൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. ഇതിന് ശേഷമാണ് ഏതായാലും മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു.